കഴിഞ്ഞ ദിവസം എന്നെ അടുത്തറിയാവുന്ന എൻ്റെ ഒരു വൈദിക സുഹൃത്ത് എന്നോട് ഇങ്ങനെ അല്പം ഒരു അതൃപ്തിയോടെ പറഞ്ഞു, ഇങ്ങനെ ദൈവത്തെക്കുറിച്ചാണോ പ്രസംഗിക്കുന്നത്, പിശാചിനെ കുറിച്ചാണോ പ്രസംഗിക്കുന്നത്? അച്ഛൻ, നമ്മൾ ദൈവത്തിൻ്റെ സുവിശേഷമല്ലേ പ്രസംഗിക്കേണ്ടത്, അച്ഛനെ സാത്താൻ്റെ കാര്യം എന്താണ് ഇങ്ങനെ പറയുന്നത്? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അച്ഛാ, നമുക്ക് ദൈവത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇടവന്നിരിക്കുന്ന ബൈബിളിൽ നിന്നല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ സുവിശേഷങ്ങൾ 4 ഈ സുവിശേഷങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ചും പരിശുദ്ധ ആത്മാവിനെ കുറിച്ചും പറയുന്ന രംഗങ്ങൾ എന്തുമാത്രം ഉണ്ടെന്ന് അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരിക്കൽ ഞാൻ ഇതേപ്പറ്റി ഒരു ചിന്ത വെച്ചുകൊണ്ട് എണ്ണിയതാണ്. അങ്ങനെ എണ്ണിയപ്പോൾ ഞാൻ കണ്ടത് ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവ് എന്നുള്ള വാക്ക് 8 പ്രാവശ്യമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേസമയം പൈശാചിക ആത്മാവ് എന്നുള്ള വാക്ക്, സാത്താന്, പിശാചുക്കള്, ദശുദ്ധാത്മാവ്, ദുരാത്മാക്കളുടെ വാക്കുകൾ 35 പ്രാവശ്യം വരുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവകാരം ഇങ്ങനെയുള്ളത് 4 പ്രാവശ്യമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്ക് 4 പ്രാവശ്യമാണ് ദൈവത്തിൻ്റെ ആത്മാവ്. അതേസമയം 43 പ്രാവശ്യമാണ് പൈശാചിക അരുവികളുടെ പേരുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. വീണ്ടും ലൂക്കായുടെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ 17 പ്രാവശ്യമാണ്. അതേസമയം 57 പ്രാവശ്യമാണ് പൈശാചിക അരുവികളെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ആ സുവിശേഷത്തിൽ കിടക്കുന്നത്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച്, ജീവന്റെ ജലം, അങ്ങനെ അരുവി സ്ഥലമാനെ കുറിച്ച് 18 പ്രാവശ്യമുണ്ട്. പക്ഷെ 15 പ്രാവശ്യമാണ് പൈശാചിക അരുവിനെ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷത്തിൽ മാത്രമാണ് അല്പം കുറവ്. കാരണം യോഹന്നാന് പിശാചിനെ ബഹിഷ്കരിക്കുന്ന സംഭവങ്ങളൊന്നും തൻ്റെ സുവിശേഷത്തിൽ പങ്കുവെച്ചിട്ടില്ല. അതിൻ്റെ പ്രാധാന്യം അദ്ദേഹം കുറച്ച് കാണിക്കുന്നതുകൊണ്ടല്ല. യോഹന്നാൻ സുവിശേഷം നമുക്കറിയാം, വളരെ ഏറ്റവും അവസാനം എഴുതപ്പെട്ട സുവിശേഷമാണ്. വളരെ ദൈവശാസ്ത്ര ഉൾക്കാഴ്ചയോടുകൂടെ ആത്മീയ അവഗാഹത്തോടെ എഴുതിയിരിക്കുന്ന സുവിശേഷമാണത്. ഈശോയുടെ മനുഷ്യാവതാരമൊക്കെ പറയുമ്പോൾ വചനം മാംസമായി നമ്മുടെ മധ്യേ വസിച്ചു, അത്രയേ ഉള്ളൂ. വേറെ അതേക്കുറിച്ച് ഒരു വാക്കുകളൊന്നുമില്ല. അങ്ങനെ അവതരിപ്പിക്കില്ല. അവിടുത്തെ യോഹന്നാൻ വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുത്ത 7 അത്ഭുതങ്ങൾ മാത്രം ചേർത്തിട്ടുള്ളൂ. പക്ഷേ പിശാചിനെ പുറത്താക്കുന്നതിനെ കുറിച്ച് ഏറ്റവും ശക്തമായ പങ്കുവെക്കൽ യോഹന്നാൻ നടത്തിയിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ 32, 33, 33 വാക്യങ്ങളിൽ, യോഹന്നാൻ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 31, 32 ഒക്കെ വാക്യങ്ങളിൽ, ഞാൻ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എൻ്റെ പക്കലേക്ക് ആകർഷിക്കും എന്ന് ഈശോ പഠിപ്പിക്കുന്നു. താൻ ഏത് വിധത്തിലാണ് മരിക്കാൻ പോകുന്ന അത് ഈശോ അതുവഴി സൂചിപ്പിക്കുന്നത് യോഹന്നാൻ എടുത്ത് പറയുന്നുണ്ട്. അവിടെ ഈശോ പറഞ്ഞ കാര്യമാണ്, ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ശിക്ഷാവിധി, ഈ ലോകത്തിൻ്റെ പ്രമാണി പുറന്തള്ളപ്പെടും, ലോകത്തിൻ്റെ അരുവി പുറന്തള്ളപ്പെടും എന്ന് വെച്ചാൽ അതൊരു കോസ്മിക് എക്സോർസിസം ആണെന്നാണ് അതേക്കുറിച്ചൊരു വ്യാഖ്യാനം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്. ഈ പ്രപഞ്ചം മുഴുവനിൽ നിന്നും സാത്താന്റെ ശക്തി ദൂരീകരിക്കുന്ന അനുഭവമായിട്ട് ഈശോ തന്റെ കുരിശുമരത്തെ കാണിക്കുകയാണ്. യോഹന്നാൻ അങ്ങനെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ 4 സുവിശേഷങ്ങൾ മൊത്തത്തിൽ കൂട്ടുമ്പോൾ 47 പ്രാവശ്യം ഏകദേശം പരിശുദ്ധാത്മാവ് എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുമ്പം പൈശാചിക അരുവി സൂചിപ്പിക്കുന്ന വാക്കുകൾ 150 പ്രാവശ്യമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പിശാചിനെ കുറിച്ച് ഇത്ര അധികമായിട്ട് സുവിശേഷങ്ങൾ തന്നെ പറയുന്നത്? പാലാരൂപതയുടെ ഈ അടുത്ത നാളുകളിലെ വലിയ ശക്തമായൊരു സംരംഭമാണ് ചെറുപ്പങ്ങളിലുള്ള മാർസ്ലിവ മെഡിസിറ്റി. ആ ആശുപത്രിയുടെ മുകളിൽ എല്ലാവരും കാണുക പേരിനോടൊപ്പം അഭിവന്ദ കള്ളിയുടെ പിതാവ് എഴുതിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, ടെമ്പിൾ ഓഫ് ഹെൽത്ത്, ആരോഗ്യത്തിൻ്റെ ദേവാലയം അല്ലെ ക്ഷേത്രം എന്നാണ്. ആരോഗ്യത്തിൻ്റെ ദേവാലയം ഏതൊരു ആശുപത്രി അങ്ങനെ തന്നെയാണ്. പക്ഷെ ഈ ആശുപത്രിക്കകത്ത് കയറി ചെന്നതിൽ ആദ്യം തന്നെ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട മേഖല അത്യാഹിത വിഭാഗമാണ്. അപകടത്തിൽപ്പെട്ട് വല്ലാത്ത അവസ്ഥയിൽ കടന്നു വരുന്ന വ്യക്തികളെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാനുള്ള ക്രമീകരണം അത്യാഹിത വിഭാഗം. പിന്നെ അങ്ങോട്ട് കയറി ചെന്ന് കഴിയുമ്പോൾ പല പല ഡിപ്പാർട്ട്മെന്റിലും ഇത് മുഴുവനും രോഗങ്ങളെ കുറിച്ച് പറയുന്നതാണ്. ഹൃദ്രോഗ ചികിത്സാ വിഭാഗം, ക്യാൻസർ, ത്വക്ക് രോഗ, ശിശുരോഗ, ഇങ്ങനെ എന്തെല്ലാം രോഗങ്ങളെ പറ്റി ചിന്തിക്കാറുണ്ടോ അവയ്ക്ക് എല്ലാം പ്രത്യേക ഡിപ്പാർട്ട്മെന്റുകളും അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരുമാണ് അവിടെ ഉള്ളത്. എന്ന് വെച്ചാൽ ആരോഗ്യത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നിടത്ത് രോഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. COVID-19 വന്നപ്പോൾ നമ്മൾ ആ വൈറസിനെ കുറിച്ചാണ് പെട്ടെന്ന് പഠിച്ചത്. വൈറസിനെ കുറിച്ച് പഠിച്ചിട്ട് വൈറസിന്റെ
സ്വഭാവം എന്താണ്, ആ വൈറസിന്റെ സ്വഭാവം എന്താണ്, അത് എങ്ങനെയാണ് പടർന്നു പിടിക്കുന്നത്, പടർന്നു പിടിച്ചാൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഏതൊക്കെ ശരീര അവയവങ്ങളിൽ അത് നേരെ അതിൻ്റെ ഉപദ്രവം ഉണ്ടാകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ രോഗാണുവിൻ്റെ വൈറസിൻ്റെ പ്രത്യേകതകൾ പഠിച്ചു മനസ്സിലാക്കിയിട്ടാണ് അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള മാസ്ക് ഉപയോഗിക്കുന്നത്, സാനിറ്റൈസ് ചെയ്തുകൊണ്ട് അങ്ങനെ കൈ കഴുകുന്നത്, അകലം പാലിക്കുന്നത്, ലോക്ക്ഡൗൺ, ഇതെല്ലാം നമ്മൾ ക്രമീകരിച്ചത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ രക്ഷയുടെ കരുത്ത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷ ആവശ്യമായി വന്ന തകർച്ച, അടിമത്തം, പാപത്തിൻ്റെ സാന്നിധ്യം, അത് ഇടവരുത്തിയ പൈശാചിക അരുവികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, അവൻ്റെ രീതികൾ എന്താണ്, ഇതേപറ്റി കൃത്യമായ അറിവ് വേണം. അതുകൊണ്ട് വിശുദ്ധ ജോൺ ക്രിസ്റ്റോഫൻ പിതാവ് പറയുന്നുണ്ട്, ഓൺ ദ പവർ ഓഫ് ഡീമൻസ് എന്ന് പറഞ്ഞ് 3 പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ അദ്ദേഹം പറയുകയാണ്, പിശാചിനെ കുറിച്ച്, സാത്താനെ കുറിച്ച് പറയുന്നതോ കേൾക്കുന്നതോ സുഖമുള്ള കാര്യമല്ല, രസമുള്ള കാര്യമല്ല. പക്ഷെ ഇതേക്കുറിച്ച് പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്, എഴുതുന്നത്, ഈ മേഖലയെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകും. അതുകൊണ്ടാണ്. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ, പൈശാചിക മേഖലയെക്കുറിച്ച് കാര്യങ്ങൾ നമ്മൾ എന്തുമാത്രം അറിയുന്നോ അതനുസരിച്ച് നമുക്ക് ആത്മീയമായിട്ട് അനുബന്ധമായിട്ട് നമ്മുടെ മാനസിക, ഭൗതിക, സാമ്പത്തിക, സാമൂഹിക, കുടുംബ മേഖല എല്ലാം നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാകാൻ ഇടവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.